ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ആവേശത്തിൽ നിൽക്കുകയാണ് കേരളം. കേരളത്തിൻ്റെ അടിത്തട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് പഞ്ചായത്തുകൾ എന്ന് തന്നെ പറയാം. അതിലേക്കുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇത്തവണ പതിവിൽ നിന്ന് വിപരീതമായി കാണാനാകുന്നത് UDFൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മുന്നൊരുക്കം ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരു പടി മുന്നിൽ തന്നെ നിൽക്കുന്നു. ഒരു സംശയവും വേണ്ട. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ആരംഭ ശൂരത മാത്രമാണോ, ഇതങ്ങോളം കാണാൻ കഴിയുന്നതാണോ? ഏത് തരത്തിലാണ് ഈ ഒരു ആവേശം അവർക്ക് ലഭിച്ചിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നടത്തിയിട്ടുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ മുന്നൊരുക്കം, ആ മുന്നൊരുക്കത്തിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ടാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. കോൺഗ്രസ് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം അതിശക്തമായ രീതിയിൽ കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ റൺവേയിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നു. അതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ഏത് സമയത്തും ഗംഭീരമായിട്ടുള്ളൊരു ടേക്ക് ഓഫിന് കോൺഗ്രസ് കേരളത്തിൽ തയ്യാറാണ് എന്ന് PK കുഞ്ഞാലിക്കുട്ടി ഒരു മാധ്യമ പ്രവർത്തകന് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്നത്. കോൺഗ്രസ് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാം. ഇപ്പോൾ കേരളത്തിലെ 941 പഞ്ചായത്തുകൾ, 152ഓളം വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, അതുപോലെ തന്നെ 6 കോർപ്പറേഷൻ. ഇത്രയും സ്ഥലത്തേക്കാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോഴിക്കോട്ട് കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി നിർണയം അതിവേഗം പൂർത്തിയാക്കുക, നമ്പർ 1 ആയി പൂർത്തിയാക്കുന്നു. അതുപോലെ തന്നെ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ ഒട്ടുമിക്ക വാർഡുകളിലേക്കും കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. VM വിനുവിനെ പോലുള്ള ഒരു സർഗാത്മക പ്രതിഭയെ കോൺഗ്രസിൻ്റെ പാനലിൽ മേയർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ എന്ന് പറയുന്നത് ആദ്യത്തെ വിജയമാണ്. എത്ര സീറ്റ് കോർപ്പറേഷനിൽ കിട്ടും, ഭരണം കിട്ടുമോ എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടത്. പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള വിജയമാണ്. നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന പോരാളിയെ ആദ്യം കാണിക്കേണ്ടത് കോൺഫിഡൻസ്, ആത്മവിശ്വാസമാണ്. ഐ വിൽ, ഐ ക്യാൻ എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അവിടെ കോഴിക്കോട് കോർപ്പറേഷൻ വിജയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഞാൻ സ്പെഷ്യലി അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശ്രീ K മുരളീധരനെ തന്നെയാണ്. അദ്ദേഹം എപ്പോഴും വളരെ ആത്മാർത്ഥതയോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന സപര്യയെ കാണുന്ന ഒരാളാണ്. കുറേ നാളായി അദ്ദേഹം തിരുവനന്തപുരത്ത് തമ്പടിച്ച് നിൽക്കുകയാണ്. പുതിയ KPCC ഭാരവാഹികളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു KPCC തന്നെ അറിഞ്ഞുകൊണ്ട് മുരളീധരന് ഒരു മേൽക്കൈ അല്ലെങ്കിൽ എന്താണ് ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആദ്യത്തെ നീക്കം എന്താ? MLA ആയി കേരള നിയമസഭയിലുണ്ടായിരുന്ന, കേരളം കണ്ട ഏറ്റവും വലിയ പ്രിയപ്പെട്ട നേതാവ്, കേരളത്തിൻ്റെ സ്പീക്കർ, സാംസ്കാരിക ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ G കാർത്തികേയൻ്റെ മകൻ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്താ? കോൺഗ്രസ് തകർന്നു തരിപ്പണമായി, നിലംപരിശായി എന്ന് മറ്റു പാർട്ടികൾ സ്ഥിരമായി ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടത് ശശി തരൂരിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച പാരമ്പര്യവും അടൂർ പ്രകാശിനെ പോലെ ഒരാളെ വിജയിപ്പിച്ച പാരമ്പര്യമൊക്കെ ആ ജില്ലയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകൾ എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാപങ്ങൾ, ഇതൊക്കെ കോൺഗ്രസിൻ്റെ അന്തസ്സിനെ നിർവീര്യമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അവിടെ എത്ര വേഗത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത്? 3 ഘട്ടങ്ങളിലായിട്ട് പരിപൂർണമായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസ്. ഇത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ, ഇത് ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നല്ല, ഇത്രയും കാലത്തെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ അഭൂതപൂർവമായിട്ടുള്ള ഒരു ഗോൾഡൻ റെക്കോർഡാണ് തിരുവനന്തപുരം അവിടെ നടന്നത്. അതുപോലെ തന്നെ കൊല്ലത്ത് അവിടെയും മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനും മുന്നോട്ട് ആഫീസിനെ പ്രഖ്യാപിക്കാനും മുന്നോട്ട് പോകാനും ചുമതല നൽകിയിരിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്ക് തന്നെ തൃശ്ശൂരും മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. കൊച്ചിയിൽ സമ്പൂർണ്ണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നേരിട്ട് ഇടപെടുന്ന തെരഞ്ഞെടുപ്പാണ് കൊച്ചിയിൽ നടക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം സ്ഥാനാർത്ഥികൾ അരയും തലയും മുറുകി രംഗത്തുണ്ട്. ഇപ്പോൾ ഒരു നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ളയാളാണ് ദീപ്തി മേരി വർഗീസ്.
അവർ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. വൈപ്പിനിൽ കഴിഞ്ഞ തവണ മത്സരിച്ച UDF സ്ഥാനാർത്ഥി ദീപക് ജോയ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അപ്പോൾ നിയമസഭയിൽ ലോകസഭയിലേക്ക് മത്സരിച്ച 2020 സ്ഥാനാർത്ഥി ഇത്തവണ UDF കൂടെ വന്നു. 2020 എന്ന് പറയുന്ന പാർട്ടി ഏതായാലും എറണാകുളത്ത് നിഷ്പ്രഭമായി. അതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇടതുമുന്നണിയിലേക്ക് പിന്നെ ലോകസഭയിലേക്ക് മത്സരിച്ച ആൾ UDF അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇടതുപക്ഷത്തേക്ക് പോയി. അവരുടെ ഒട്ടുമിക്ക നേതാക്കന്മാരും UDF ഭാഗമായി കഴിഞ്ഞു. അപ്രസക്തമായി മുമ്പ്, കാരണം അത് ഒരു നല്ല സെറ്റപ്പ് ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൽ അടിമകളെ സൃഷ്ടിക്കപ്പെടുകയാണെന്നുള്ള തോന്നലിൽ സ്വാഭാവികമായും ഒരു ജനത ഒരു കാലത്തിന് ശേഷം പ്രതികരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ 2020 ദാറ്റ്സ് ഗോൺ ഫോർ എവർ. ഇനി അത് കൊച്ചിയുടെ മഹാഹൃദയത്തെ ഒരു അർത്ഥത്തിലും സ്വാധീനിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ VD സതീശൻ എന്ന് പറയുന്ന ഒരു എലക്ഷൻ എന്താ പറയുന്നത് മാജിക് കാണിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ നായകത്വത്തിൽ കൊച്ചിയിൽ കോൺഗ്രസ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ കണ്ണൂരിലും അതിവേഗം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും മേയർ സ്ഥാനാർത്ഥിയെ എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ഇന്ദിര അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്, അവരെയൊക്കെ മേയറായി പ്രഖ്യാപിക്കാനും ഒക്കെ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തുകൾ എല്ലാം നമ്മൾ ഓർമ്മിക്കേണ്ടത്, ജില്ലാ പഞ്ചായത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഓൾമോസ്റ്റ് ഒരു 90% സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും പൂർത്തീകരിക്കാനും കോൺഗ്രസിനും UDF സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം UDF ഒരു സംവിധാനമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചലനാത്മകമായിട്ടുള്ളത്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഏറ്റവും വലിയ കടമ്പ മുന്നണിക്കകത്തെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സീറ്റ് വിഭജനമാണ്. ആ സീറ്റ് വിഭജനത്തിൽ ഇപ്പോൾ മലബാറിൽ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗും കോൺഗ്രസും, മധ്യ തിരുവിതാംകൂറിൽ എത്തിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പാർട്ടികളെല്ലാം ഇത് അതിർത്തികൾ മാറിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും മുന്നണി സമവാക്യങ്ങൾ മാറേണ്ടി വരും. അതെ, അതുകൊണ്ട് തന്നെ മുന്നണി ചർച്ചകളും എല്ലാ തെരഞ്ഞെടുപ്പിലും വരുന്നത് കൊണ്ട് അത് വലിയ ഒരു കടമ്പ തന്നെയാണ്. തീർച്ചയായും അതാണ് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നത്. അത് കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ഇപ്പോൾ 17 വാർഡുകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ പവി പറഞ്ഞ പോലെ 19 ആയി. അപ്പോൾ ഈ 19 2-1 വേണമെന്ന് ലീഗ് വാശി പിടിച്ചാൽ, അല്ലെങ്കിൽ ലീഗിന് ശക്തിയുള്ള കേന്ദ്രത്തിൽ കോൺഗ്രസിന് വാശി പിടിച്ചാൽ അത് കീറാമുട്ടിയായിട്ട് മാറും. അത് ജില്ലാ സമവായ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ നിയമസഭാ നിയോജക മണ്ഡലത്തിലുള്ള സമവായ കമ്മിറ്റിക്കോ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഇതൊക്കെ വളരെ മനോഹരമായിട്ട് KPCCക്ക് ഒരു തലവേദനയും ഇല്ലാത്ത രീതിയിൽ നല്ല പൊളിറ്റിക്കൽ മെജീഷ്യൻസ് ആയിട്ടുള്ള 14 DCC പ്രസിഡന്റുമാരും അവരെ സഹായിക്കാൻ അരയും തലയും മുറുക്കി നിൽക്കുന്ന അതാത് മേഖലയിലെ ലീഡർഷിപ്പും MPമാരും എല്ലാവരും ഗംഭീരമായിട്ട് കോർപ്പറേഷനിൽ 6 നേതാക്കന്മാരാണ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ചുമതലയുണ്ടായിരുന്നു, VD സതീശൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മുരളീധരന് ചുമതല നൽകി. പിന്നെ അങ്ങനെ എല്ലാ സ്ഥലത്തും ഗംഭീരമായിട്ട് ചുമതല നൽകിയവർ അത് നേരത്തെ തന്നെ പൂർത്തീകരിച്ചു. എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ വളരെ വലിയ മുന്നേറ്റമാണ് UDF വിശേഷ്യ കോൺഗ്രസും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.